ഹേ ഗായ്സ് #. അപ്പൊ കൊറേ നാളായി വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ അറിയാം. നമ്മളെ കൂടെ അപ്പു ഉണ്ട്. അപ്പു നമ്മുടെ അപ്പു നമ്മ മൂവിയാണ് ലാലേട്ടന്റെ തുടരും. ഓക്കെ ഗായ്സ്, എന്തായാലും അപ്പൊ ഇന്ന് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, വിഷു കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി അപ്പു? വിഷു 15 ഇന്ന് ബ്രോ 10 days. 10 ദിവസമായിട്ടായി ഗായ്സ്. എനിക്ക് വേറെ പരിപാടി ഒന്നും കിട്ടിയില്ല, വീട്ടിൽ തന്നെ സ്റ്റക്കായി പോയി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സോ ഇന്ന് നമ്മള് റിവ്യൂ എടുക്കാൻ പോവാ. എന്തായാലും തുടരും. ടിക്കറ്റ് ബുക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും സീറ്റൊക്കെ കിട്ടി ബാക്കിൽ തന്നെ. സോ നമുക്ക് അങ്ങോട്ട് പോയി കണ്ടുവരാം. അപ്പൊ നമുക്ക് അടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് വരാം. ഇതെന്ത് ഫ്ലൈ ഓവർ ചരിത്രം, എന്തോ ഒരു ചരിത്ര റെക്കോർഡ് ഉണ്ട്. ഒറ്റ പില്ലറുള്ള നമ്മളെ കാസർഗോഡ് അത് പാലോ അതല്ലേ മറ്റേ ഞങ്ങൾ എത്തി ഗൈസ്. ഞങ്ങള് മൂവി മാക്സിലൊക്കെ എത്തി. ഓക്കെ ഗൈസ്, ഞാനപ്പോ കാസർഗോഡ് എത്തി. നമ്മ ചായ കുടിക്കാന്ന് ചോദിച്ചു. സമയം ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലടാ. അപ്പൊ നമ്മ ഇവിടെ വന്ന് ചായ കുടിക്കാൻ ചായക്കല്ലോ എടാ അതിലില്ലടാ ചായക്കഥ. ഓക്കെ, നമ്മ ചായക്കഥയിലേക്ക് 2 ചായ കുടിച്ചിട്ടായിട്ട് സിനിമക്ക് പോവാന്ന് വിചാരിച്ചു. അതിന്റെ ഫ്രണ്ടിലത്തെ വ്യൂ കൂടി ചേഞ്ച് പോകുമ്പോ കാണിച്ചില്ല ഗൈസ്. ഓക്കെ, സോ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ചായക്കഥ എവിടെയെന്ന് കാണിച്ചു തരാൻ വേണ്ടി നോക്കി എന്റെ പുറകിൽ തന്നെ ഉണ്ട് ഗൈസ്. ഇവിടെ തന്നെ ലെമൺ ടീ വന്നു. അപ്പുവിന്റെ കടക്ക് ചായ. ലെമൺ ടീ കുടിച്ചാൽ സിക്സ് പാക്ക് വരില്ലെന്നല്ലേ? അത് ഗ്രീൻ ടീ, ലെമൺ ടീ അല്ല. ആ പൊട്ടൻ ഗൈസ്. അങ്ങനെ ഞാൻ ലെമൺ ടീ ലെമൺ ടീന്റെ എന്തുള്ള ലെമൺ ടീ മറ്റേ നാണ് ഉണ്ണി വെക്കുന്ന പൃഥ്വിരാജ് ബാലന്റെ ഡയലോഗ് കിട്ടി ഗൈസ്. സോറി, കിട്ടി അത്രേ ഉള്ളൂ. തേടി കണ്ടുപിടിച്ചു. ലെമൺ ടീ കാട്ട് പോയി. ഞാൻ ഇവിടുന്ന് ഇറങ്ങി ചായ കുടിച്ചിട്ട്, ചായ അല്ല ലെമൺ ടീ കുടിച്ചിട്ട്. ആ ചായക്കഥ കണ്ടിട്ടല്ലേ? ഇതാണ് ചായക്കഥ. ആണ് ഉണ്ണി വെക്കുന്ന പൃഥ്വിരാജ്. ഓക്കെ ഗൈസ്, ഓൻ പറഞ്ഞ നേരത്തെ ഞാൻ ലെമൺ ടീ എന്ന് പറഞ്ഞപ്പോഴത്തേക്കു ബാലന്റെ ഒരു ഡയലോഗ് ഉണ്ട്. എന്താന്നപ്പോ നാണേ ഉണ്ണി തന്നെ പൃഥ്വിരാജ്, അങ്ങനത്തെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടായത് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും തിയേറ്ററിലേക്ക് പോട്ടെ. ഓക്കെ, അവിടെ എത്തിയിട്ട് വരാം. നമ്മളിവിടെ എത്തി. നല്ല ഗൈസ്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. സീറ്റ് ഫുള്ളല്ല അപ്പൊ? ഫുള്ളാണ് ഗൈസ്. ഞാൻ അപ്പൊ എന്തായാലും നല്ല തിരക്കുണ്ട്. ആ നല്ല ഭാഗണ്ട് വന്നു ഗൈസ് എന്തായാലും. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു എനർജി നല്ല പോ. ഞാൻ എന്തായാലും ഇറട്ടെ. ആരും സഞ്ചരിക്കാത്ത വഴികൾ കൂടി നമ്മൾ സഞ്ചരിക്കുന്നു. ഇതെന്തൊരപ്പോ ഗൈസ്, അടിപൊളി. എന്തായാലും ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടാ ഇത്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഒരു എസ്തെറ്റിക് സൈഡ് ഗൈസ്, എസ്തെറ്റിക് തന്നെ അല്ലപ്പോ എന്തോ എസ്തെറ്റിക് ഉണ്ട്. ഒരു എസ്തെറ്റിക് വൈബ് ഇടുന്നുണ്ട് ഇവിടെ. ഞാൻ എന്തായാലും 2-3 ഫോട്ടോ എടുത്ത് വിടുന്നു. അടിപൊളി ആംബിയൻസ് ആയിട്ട് നമ്മ എന്തായാലും ഇനി സിനിമക്ക് കയറട്ടെ ഗൈസ്. ഓക്കെ, ഇനി കേറിയിട്ട് വരാം. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ കയറി ഗൈസ്. ഞാൻ മേബൂബില് ഈ സ്ക്രീനിൽ ഞാൻ കയറുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത്. എല്ലാം പണ്ടേത് സെറ്റപ്പാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫീൽ പിടിക്കുന്നു മിക്കവാറും ഗൈസ്. എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. നൈസ് അല്ല അപ്പൊ? വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ് ഗൈസ്. എന്തായാലും ഇപ്പൊ സിനിമ തുടങ്ങിയിട്ട് ഹാഫ് ടൈം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഹാഫ് ടൈം കഴിഞ്ഞു. എങ്ങനെയുണ്ട് അപ്പു? ഒരു കാര്യമായ കൊണ്ടൊരു വെച്ചിട്ടുണ്ട്. എന്ത് പറയില്ല, ഇന്റർവെല് എന്തെന്ന് പറയുന്ന ഒരു പഞ്ചില്ല ഗൈസ്. എന്തായാലും നൈസ് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പേടിപ്പെടുത്തുന്നുണ്ട് ചെറുതായിട്ട് തന്നെ. നിന്നെയോ? ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്നു ഗൈസ് സിനിമ അല്ലടാ. അപ്പോ കാര്യമായ ഒരു പഞ്ചില് വെച്ചിട്ടുണ്ട്. കാര്യമായ പഞ്ച്. അടുത്ത് എന്താവും എനിക്ക് അറിയില്ല. എന്തായാലും ബാക്കി കൂടി കണ്ടിട്ട് വരാം ഗൈസ്. ഓക്കെ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. റെഡ് അലേർട്ട്. ആ ഞാൻ
പടം കണ്ടോണ്ടിരിക്കുമ്പോഴാ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഉണ്ട് റെഡ് ലൈറ്റ് വണ്ടി. അപ്പൊ ഒരു ഹൈപ്പിലെത്തി. എന്റെ ഭഗവാൻ. Guys, എല്ലാരും പോയി കാണണം. എന്റെ നല്ലൊരു ഇത് ഞാൻ ഇപ്പൊ പറയുന്നുണ്ട്. കേട്ടോ, എല്ലാരും പോയിട്ട് കാണണം. Guys, പറയാനൊന്നുമില്ല. എനക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളി പടം. ഓക്കെ, എല്ലാരും പോയി കാണണം. അത്രേ ഉള്ളൂ. ഗൈസ്, ഇന്നലത്തെ വീഡിയോ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം തിരക്ക് പിടിച്ച് വീട്ടിലെത്തി ഞാൻ അതിൽ ഉറങ്ങിപ്പോയി. സോ ഇന്നത്തെ സിനിമ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വൈൻഡപ്പ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് ഗൈസ്. സോ നല്ല മഴ. ഞാൻ ഒന്ന് നീലേശ്വരത്തേക്ക് വന്നു. ഇവിടെ വന്നു ഇവിടെ നല്ല മഴ, നല്ല ആംബിയൻസ്. എനിക്ക് ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് പുറത്ത് നടക്കാൻ ഇറങ്ങിയത് ഗൈസ്. രസം. ഇതൊരു കൊള്ളം വിട്ടു ഗൈസ്, അടിപൊളി. എനിക്ക് എന്റെ സിസ്റ്റേഴ്സിനെ കിട്ടിയിരിക്കുന്നു. ഹായ്, സിസ്റ്ററിന്റെ പേരെന്താ? ഈ സിസ്റ്ററിന്റെ പേരെന്താ? ഓക്കെ, ഹായ് ഗായ്സ്. നമ്മളെവിടെ പോകുന്നു? ഹലോ. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോ നൂഡിൽസ് വാങ്ങിക്കാൻ പോകുന്നു. അയ്യോ, ഇവളുണ്ടായിരുന്നു, ഇവളുണ്ട്. നിന്റെ പേര് പറ, പേര് പറ. അത് എന്നാ കല്യാണി. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഇവിടെ പോകുന്നു നൂഡിൽസ് വാങ്ങിക്കാൻ. ഇത് കുളം ഗൈസ്. നേരത്തെ എവിടെ വന്നായിരുന്നു? കോട്ടത്തമ്പലത്തിന്റെ കുളം. എവിടുത്തെ? കോട്ടത്തമ്പലം. നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുളം ഇഷ്ടപ്പെട്ടോ? ഇവിടെ കുളിക്കാൻ പറ്റുമോ? കുളിക്കലില്ല, ആ ഉംറാശം കുളിക്കല്ലെന്ന് തോന്നട്ടാ. ഇതാ ഇവക്ക് വേണ്ടിട്ട് ഗൈസ്, നൂഡിൽസ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ അടുക്ക് ഈ പൊട്ട സിസ്റ്റർമാരും നടക്കുന്നു. നീ എവിടെയാ പോകുന്നു ഓടിയിട്ട്? ഗൈസ്, അടിപൊളി വ്യൂ. അന്ന് നമുക്ക് വേറെ എന്താ വേണ്ടേ? നമുക്ക് വേറെ സോസ്. ഓക്കെ, നമ്മ എന്താ വാങ്ങിക്കാൻ വന്നേ? പിന്നെ സോസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ എടുത്തോ ബാബാട്ടാ. സോസ് ഒന്നുകൊണ്ട് ടൊമാറ്റോ സോസ് വേണം. അത് അച്ചാറുണ്ട്. ആ, ഇവിടെ ഉണ്ട്. മറ്റേ സോസ് താഴെ ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ സ്പെഷ്യൽ മാഗി ഉണ്ടാക്കാൻ. സ്പെഷ്യൽ മാഗിയാണ്. ഇതെല്ലാം വേണം, എന്തെങ്കിലും അറിയില്ല. സോസ്, വെളുത്തുള്ളിയോ? കഴിക്കാൻ പറ്റിയാ മതിയായിരുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, സാധനമൊക്കെ വാങ്ങിച്ചു തിരിച്ചു വീട്ടിലേക്ക്. ഓക്കെ, ഇവള് നടക്കുന്നില്ല. സോ നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് നമ്മൾ ഓടുന്നു. നിന്റെ ഒരു വീഡിയോ, ഇവളുടെ ഒരു വീഡിയോ ആക്കുന്നുണ്ട് ഗൈസ്. ഞാനത് ഷോർട്സിൽ ഇടാം. ഓക്കെ, അടുത്തതായി നമ്മളുടെ നൂഡിൽസ് പ്രയാണമാണ്. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കുക്ക് ഇവിടെ. ഇതാണ് നമ്മളുടെ ഷെഫ്. അതിനെന്താ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ചക്ക കാണിക്കണം. ചക്ക എല്ലാവർക്കും കാണുന്നല്ലേ ഗൈസ്. ഇതാണ് നമ്മളുടെ വീട്. വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ഇൻട്രസ്റ്റ് വന്നില്ലേ? ഇന്നിവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന്റെ പാത്രങ്ങളാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത് ഗൈസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? വെളുത്തുള്ളി ഇരുന്നു. അയ്യോ, പ്ലേറ്റ് ഇല്ലല്ലോ. ഓക്കെ ഗൈസ്, എന്താ ചെയ്യുന്നു? ഇതിങ്ങനെ എഴുതിട്ട് എന്താ ചെയ്യാ? നിന്റെ കണ്ണിലരക്കും ഗൈസ്. ഇതൊക്കെയാണ് മാഗിക്ക് വേണ്ടിട്ട് പ്രിപ്പറേഷൻ. അമ്മ നമ്മൾ ക്യാരറ്റിന്റെ ഈ പുറത്തത്തെ മോശം തൊലികൾ നമ്മൾ കളയുന്നു. നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതിന്റെ ഈ സാധനം നമ്മൾ കട്ട് ചെയ്താണ്. നീ നോക്കിട്ട് ഓടിക്കൊടുക്കുന്ന അങ്ങോട്ട്.
ഉപകാരം ചെയ്തു. ലൈറ്റ് ഇട്ടൊന്നും അല്ലമ്മേ, നമുക്ക് പ്രകാശം കിട്ടി. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നൈസാണ്. അതിന്റെ ഇടയിൽ ഇവളെന്റെ മേത്ത് കയറിട്ട് ശരിയുണ്ടോ? നമ്മിപ്പോ ക്യാരറ്റ് ഇട്ടിരുന്നു ഗൈസ്. ഇത് മുടിച്ചിടാ അല്ലേ? മുടിച്ചിടാല്ലേ? അതെ. സോസ് ഒക്കെ ഇട്ടിട്ട് വെറൈറ്റി ഗൈസ്. എന്തായാലും കഴിച്ചു നോക്കണം. നടക്കുവോ? ഇല്ലെങ്കിൽ നടത്തിക്കും. കൊറേ സമയം അത് ചെടിക്കും. വിജയിക്കും. സക്സസ്. ബാക്കി പരിപാടിയൊക്കെ നടക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ. ഹെൽപ്പ് ചെയ്യണ? ഇത് ഇന്ന് ഞാൻ ടിവിയില് കണ്ടിന് ഇങ്ങനത്തെ ഒന്ന് കേട്ടാ. കുഞ്ഞിനെന്നാ കിട്ടിയേ? എടുത്തു. ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ എടുത്തിനി. എടുത്തിനാ? പിന്നെ വ്ലോഗറായി. നമ്മളിവിടെ ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് ഇവിടാണ് നൂഡിൽസ് വാങ്ങുന്നതിന് വലിയൊരു ബ്രേക്ക്. ബ്രേക്കാണ്. ഇവിടെ ഇവിടെ ഏത് ആ പിങ്ക് എന്താ അത് 2Tex. ഇത് 2Tex. ഇത് ലിപ്സ്റ്റിക്ക്. ഇതെന്താ? 45. He will come at 7:15 വെളിച്ച. ഇത് ഇവക്കും അയച്ചാണോ നിങ്ങൾക്കും അയച്ചു? അത് നമുക്ക് വാങ്ങിച്ചതാണ്, അവർക്ക് വാങ്ങിച്ചതാണ്. ഫസ്റ്റ് പ്രൈമറി നമ്മയാണ്, എന്നിട്ടാണ് എന്റെ ക്യാമറ നിൽക്കുന്നില്ല. സോ മാഗി ആക്കാൻ പോട്ടെ. ചേച്ചി പാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന ശ്രീദേവി ചേച്ചിയും പാത്രം സെലക്ട് ചെയ്യുന്ന അമ്മു ചേച്ചി. കിട്ടി ഗൈസ്, വി ഗോട്ട് ദ പാത്രം. ക്യാരറ്റ്, ക്യാബേജ്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മളെ നൂഡിൽസ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, 3 പാട്ട വെള്ളം. 3 നൂഡിൽസ് ആയതുകൊണ്ട് ആണോ 3 പാട്ട വെള്ളം? യെസ്, 3 പാട്ട വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഗൈസ്. കുറച്ചെണ്ണ അല്ലെ? എള്ളെണ്ണ അല്ലെ? വെളിച്ചെണ്ണ യൂസ് ചെയ്യൂല? ഫ്ലേവർ ഇല്ലതുകൊണ്ട് അത് യൂസ് ചെയ്യണം. ഇതിന് പകരം വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം അല്ലെ? അങ്ങനെ വെളുത്തുള്ളി ചതച്ചത്, ക്യാരറ്റ്, പിന്നല്ല എന്റെ കയ്യിൽ ക്യാമറ പോയി, ഉള്ളി, ക്യാബേജ്, ഇതെല്ലാം കൂടി ഇട്ടു. ഉപ്പിടണ്ടോ അല്ലെ? ഉപ്പ് ഇപ്പോഴിടണം. ഓക്കെ. കുക്കിംഗ് ചാനലാക്കോ എന്റെ വ്ളോഗ്? ചെറുമാതിരി. പിന്നെ സോസ് ആക്കേണ്ടത് എങ്ങനെ? അത് വേറൊരു ഇതെല്ലാം ഇത് ഒരു ഡിഷ്, ഇതൊരു ഡിഷ്, എന്നിട്ട് സോസ് വേറൊരു ഡിഷ് ആയിട്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് കമ്പൈൻ ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പൊ അവിടെ എന്താ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അല്ലെ? അതിൽ നമ്മൾ നൂഡിൽസ് ഇട്ട് വേവിക്കും. ഓക്കെ. സ്ട്രെയിൻ ചെയ്തെടുക്കലോ അല്ലേ? ആ, അത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം സേവ് ചെയ്തിട്ട് വെക്കും. അധികം സോഗി ആവാണ്ട് നോക്കണം. ഇപ്പൊ ഓൾറെഡി ക്യാബേജ് കുറെ കുക്കായി. About I would say saute for 5 to 7 minutes.
അടുക്കി പിടിക്കാതെ നോക്കണം. 2 പ്രാവശ്യം തീ കൂടിയിട്ടാകുമ്പോൾ അടുക്കി പിടിക്കാൻ അടുക്കി പിടിക്കാൻ നല്ലോണം അടുക്കി പിടിക്കാൻ തുടങ്ങിയാൽ വെള്ളം ഒഴിക്കണം. സ്പ്രിങ്കിൾ ഓഫ് വാട്ടർ. ഇതിന്റെ ഇടയില് ചില്ലി ഫ്ലേക്സ് ആക്കുന്നുണ്ട്. ഫ്ലേക്സ് ആക്കുന്നില്ല, ഇവിടെ ഒരു ചെറിയ കുട്ടികളിലുണ്ട്. ജസ്റ്റ് ഒന്ന് മുറിച്ചിടുന്നു. കമോൺ. എന്നെ വ്ളോഗ് എടുക്കാൻ വിടുന്നില്ല മൊത്തത്തിൽ. ഇല്ല ഇല്ല, പിടിച്ചോ. കമോൺ. നീ ഇത്രയും അവിടെ നെയിൽ പോളിഷ് ഇട്ട് കളിച്ചിട്ട് കുഞ്ഞിനപ്പുറം ഇപ്പൊ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. മാഗി. ഓക്കെ, മാഗിയാണ് നമ്മുടെ താരം. മാഗി ഇല്ലാത്തൊരു കളികൾ. വെള്ളം തിളച്ചു തുടങ്ങി. കത്രികയില്ലേ ശ്രീദേവിച്ചി, ടൂൾസ് എടുക്കൂ. മാഗി, അതിഷ്ടയുടെ ഫേവറേറ്റ് മാഗി. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു രണ്ട് എന്ത് ഇതിന് പറയല്, ബ്ലോക്സ് ഓഫ് മാഗീസ് ഇട്ട് കഴിഞ്ഞു. 3 പാക്കറ്റ്സ് മാഗിയാണ് നമ്മൾ, ഡബിൾ മാഗി ആണ് നമ്മൾ ഇതിലിടുന്നത്. യൂട്യൂബില് ഇങ്ങോട്ട് നോക്ക്. 100 വരെ എണ്ണണം എന്ന് പറഞ്ഞു ഷെഫ്. 1 2 3 4 5 6. ബാക്കി നീ എണ്ണീക്കാം. 1 2 3 4. എത്ര ടൈം ഉണ്ട്? കൊറേ ഇതിൽ ടൈം. 1 2 3 4 4 പ്രാവശ്യം ഓൾറെഡി ഉണ്ട്. ഓക്കെ സെറ്റ് ടൈമർ ഫോർ. ലാസ്റ്റ് എന്റെ ക്യാമറ എന്റെ കയ്യിൽ തിരിച്ചു കിട്ടി. ഇത് ഇയാളാണ് ഫ്യൂച്ചർ വ്ളോഗർ. വ്ളോഗ് എടുക്കൂല ഇനി. ഇതെന്തോ ഇവിടെ ചെയ്യുന്ന നോക്ക്. ആ മാഗിയുടെ മസാല ആ ഇതിനെ വേവിക്കുന്ന വെള്ളത്തില് ജസ്റ്റ് കലക്കുന്നു, മിക്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചിട്ട് ഇരിക്കും. ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് മാഗി. പുതിയ ഇന്നോവേഷൻ, പുതിയ മുഖം. സോസ് അതിൽ തന്നെ മിക്സ് ആക്കൂ. മിക്സ് ആക്കും. അത് ഇതാണ് സ്റ്റിക്കറാണ്. ഇതില് കുറച്ച് സോയാ സോസും ഒഴിച്ചു. ഒരു ടേബിൾ സ്പൂൺ. അത് പൊഴിഞ്ഞത് മാഗി നൂഡിൽസ് വന്നിട്ട് അത് എന്താ വർക്ക് ചെയ്യുന്നു, വർക്കുന്നു, ഡ്രൈ ചെയ്യുന്നു. റൈറ്റ്? ഇതൊരു ചൈനീസ് മോഡലാണോ? ചൈനീസ് മോഡലാണ്. എപ്പോഴാ വെടി കിട്ടി? അടുത്തായിട്ട് സൂപ്പർ മണം. സൂപ്പർ മണം. ആ മസാല വെജിറ്റബിൾസിലേക്ക് ഇട്ടു ഗൈസ്. ഇത് മതിയാവുക നൂഡിൽസ്? മതിയാവില്ല തോന്നുന്നു. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മാഗി ഉണ്ടാക്കുന്ന അതേറ്റാണ് ഞാനല്ല. ഓക്കെ, എന്തായാലും വരാം. എന്റെ മോളെ പേരെന്താ? എന്റെ പൊന്നുങ്ങത്തിന്റെ പേരെന്താ? ഇങ്ങോട്ട് പറ. എന്റെ പൊന്നുങ്ങത്തിന്റെ പേരെന്താ? പേര് പറ. അതിഷ്ട കല്യാണി. അല്ലെ, പാട്ട് പാട്. കാക്കേ കാക്കേ പാട്. കാക്കേ 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 കാക്കേ. നിനക്ക് എപ്പോഴാ നാണം വരാൻ തുടങ്ങി? കൂട്ടിനകത്തൊരു കുഞ്ഞു വിഷന്നു കരയില്ലേ? തല മതിയായിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി. ഓക്കെ, എക്സ്ട്രാ മസാല, എക്സ്ട്രാ ടേസ്റ്റ്.
വിജയകരമായി പോകുന്നു ഗൈസ്. ഇതായിട്ട് തന്നെ നൂഡിൽസ് ഇത് അതിലേക്ക് മിക്സ് ആക്കുന്നു. ഇതോടെ എല്ലാ പണിയും പൂർത്തിയാക്കുന്നതാണ് അല്ലേ? ഒരു മലയാളി ചൈനീസ് നൂഡിൽസ്. ഒരു കയ്യിലും കൂടെ തന്നെ. എവിടെ കയ്യിലെവിടെ? ഇത് മതിയോ? പശുത്തി ചേച്ചി വലിയൊരു കുപ്പാവട്ടെ. അങ്ങനെ കഴിഞ്ഞിരിക്കണ്ടോ അല്ലേ? റെഡി. ചേച്ചി ക്ഷീണിച്ചു പോയി. ഒരു മണിക്കൂറായി. അവര് 5 ബ്രേക്ക് എടുത്ത് ഞാൻ എടുക്കും. ഒരിക്കൽ മേക്കപ്പ് ടെസ്റ്റ് പിള്ളേർ കളിക്കാൻ പോവാൻ, പിന്നെ ഒരു മാമിന് ടാറ്റ പറയാതെ അങ്ങനെ നിനക്ക് എന്താടി? നിനക്ക് വേണോ നൂഡിൽസ്? പറ. റെഡി. അപ്പൊ എന്തായാലും ഏകദേശം തീർത്തു. നമ്മളിനി കഴിക്കുമ്പോ വരാം. റെഡി. നമുക്കിനി കഴിച്ചു നോക്കാം അല്ലേ? ചൂടുണ്ടാവും. ആദ്യത്തെ ബൈറ്റ് ഷെഫിന്റെ ആവട്ടെ. എങ്ങനെയുണ്ട്? സ്വയം അഭിപ്രായം പറയാം. കൊള്ളാവോ? അതിഷ്ടേ? എങ്ങനെയുണ്ട് മോളെ? മാഗി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്ക. കൊള്ളാം. എന്റെ റിവ്യൂ ഉണ്ട് ഗൈസ്. നൈസ് ആയിട്ടുണ്ട്. അടിപൊളി. വെറൈറ്റി ചൈനീസ് നൂഡിൽസ്. കേരള ചൈനീസ് ഷെഫ്. ഡൺ ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. താങ്ക് യു. കൊള്ളൂല്ലേ? സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കട്ടോ. ഓക്കെ ഗൈസ്, നീ പറ ബൈ പറ. ഓക്കെ ഗൈസ്, ബൈ.